പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 23-ാം ദിവസം. നമ്മുടെ ആധ്യാത്മിക മാതാവായ പരിശുദ്ധ മറിയം. പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം മരിയ ശാസ്ത്രത്തിൽ ഏറ്റവും സുവ്യക്തമായും സാർവത്രികമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളും നൈസർഗികമായി തന്നെ പരിശുദ്ധ കന്യകയെ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കന്യകാ മറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാണെങ്കിൽ അവൾ ഒരർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ സംവഹിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ദിവ്യജനനി ഇപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവമായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല. ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള സ്ഥാനമെന്താണെന്നുള്ളത്, അഥവാ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം എന്താണ് എന്നുള്ളത് നമ്മുടെ പരിചിന്തനത്തിൽ വിധേയമാക്കേണ്ടതാണ്. ദിവ്യജനനിയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യസ്ഥത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. മിശിഹ കാൽവരിയിലെ കുരിശാകുന്ന ബലിവേദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തന്റെ അമ്മയോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും അരുളി ചെയ്തു. യോഹന്നാൻ ഇവിടെ ശിഷ്യൻ എന്ന പദം പ്രയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ്. യേശു പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ കന്യകയ്ക്ക് മിശിഹായോടുള്ള ശാരീരികമായ ബന്ധത്തിലുപരിയായി സാർവത്രിക സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്ന് അനുസ്മരിപ്പിക്കുവാനുമാണ്. മിശിഹ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ലോകചരിത്രത്തിലെ മഹത്തായ നിമിഷത്തിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക തികച്ചും അസംഭവ്യമാണ്. മിശിഹ ഭൗതിക ശരീരത്തിന്റെ ശിരസ് എന്ന നിലയിൽ ദേവസുത സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു. അതിന് സുതനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരുന്നു. പരിശുദ്ധ കന്യക അവിടുത്തെ ദൈവമാതൃത്വം വഴി ഇത് സാധ്യമാക്കി. ഇപ്രകാരം പരിശുദ്ധ കന്യകയിൽ ദൈവമാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു. മനുഷ്യകുലത്തിന്റെ നവീകരണവും മിശിഹായുടെ ശിരസ് എന്ന സ്ഥാനവും മറിയത്തിന്റെ മാതൃസ്ഥാനവും പ്രകൃത്യാതീത ജീവദായകത്വത്തിനുള്ള സാർവത്രിക ശക്തിയാണ്. പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന് ദൈവിക പിതൃത്വത്തിന്റെ ഫലദായകത്തിൽ പരിത്രാതാവും തന്റെ സുതനുമായ ദൈവപുത്രനോട് യോജിക്കുമ്പോൾ ഭാഗഭാഗിത്വം സിദ്ധിക്കുന്നു. മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിനു വേണ്ടി ദൈവജനനിയും സ്വജാതനും തമ്മിലുള്ള അദ്ഭുതാവഹമായ മഹോന്നതമായ ഐക്യം പോലെ വിവാഹത്തോട് സദൃശ്യമായ വേറൊരു സംയോജനമില്ല. എല്ലാ മനുഷ്യരും അവരുടെ പ്രകൃത്യാതീത ജീവൻ സ്വീകരിക്കുന്നത് മിശിഹ കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് വഴിയായി കന്യകയുടെ ഉദരത്തിൽ ദൈവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും മിശിഹായുടെ സഹോദരന്മാരായി, ദൈവപുത്രന്മാരായി. നിത്യജീവിതത്തിലെ പരിശുദ്ധ മറിയത്തിന്റെ ഇടപെടലിന്റെ മറ്റൊരു സംഭവം പറയാം. തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണമാണ്. നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനാൻകാരി സ്ത്രീയെപ്പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും. ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി. പുരുഷന്മാരെല്ലാവരും തന്നെ പുറം കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി. നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിലൊഴുകാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരമാലകൾ ആദ്യ നിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി. കുടിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി. തീക്ഷ്ണ വിശ്വാസമുള്ള കുറെ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം. ആ അമ്മ നമ്മെ കൈവിടുകയില്ല. കുടിലുകളിൽ മരണത്തിന്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകൾ എടുത്ത് പ്രാർത്ഥന തുടങ്ങി. അവർ പ്രാർത്ഥന തുടങ്ങിയതു മുതൽ കടൽക്ഷോഭം കുറഞ്ഞു. സമുദ്രം പ്രശാന്തമായി. ജപമാല അവസാനത്തോടെ കടൽക്ഷോഭം പൂർണ്ണമായും നീങ്ങി. മത്സ്യബന്ധനത്തിന് പുറം കടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനനി, അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ്.
എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ്. അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത്. കാൽവരി ഗിരിയിൽ അങ്ങേ ദിവ്യകുമാരന്റെ മരണശയ്യയായ കുരിശിനു സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു. കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ദിവ്യാംബികെ, ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടുകൂടി അനുദിനം ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിയൊന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.